സൗദി ലീഗ് ഫുട്ബോൾ ലോകത്ത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ സ്റ്റാറുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലീഗിലേക്ക്. ഇതെല്ലാം തന്നെ സൗദി ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സൗദി പ്രോ ലീഗ് ഇത്രയും പ്രശസ്തമായതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് തന്നെയാണ്. 2023 റൊണാൾഡോ അൽ നസ്ർ ക്ലബ്ബിൽ ചേർന്നതോടെയാണ് ലോക ശ്രദ്ധ സൗദി ലീഗിലേക്ക് തിരിഞ്ഞത്. CR7ന്റെ ജനപ്രീതി മൂലം ലോകമാകെ ലീഗിന്റെ തത്സമയ കളികൾ കാണാൻ ആളുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവരുടെ ആദ്യത്തെ സ്ട്രാറ്റജി സക്സസ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ബൈ സൗദി ഗവൺമെന്റ്, വൻ സാമ്പത്തിക നിക്ഷേപം. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നിരവധി ക്ലബ്ബുകളാണ് ഏറ്റെടുത്തു. താരങ്ങൾക്കും അതുപോലെ തന്നെ കോച്ചുകൾക്കും ആകർഷകമായിട്ടുള്ള ശമ്പളവും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, ഇതിലൂടെ യൂറോപ്പിൽ നിന്നുള്ള ലോക താരങ്ങൾ സൗദി ലീഗിലേക്ക് ചേക്കേറി തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമത് അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ താരങ്ങളെ കൊണ്ട് ലീഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബെൻസിമ, നെയ്മർ, സാദിയോ മാനെ, കാൻഡെ, റിയാദ് കരീം, ഫെർമിന തുടങ്ങിയ നിരവധി താരങ്ങളെ അവർ ലീഗിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ലീഗിന്റെ നിലവാരം കൂടാനിടയാക്കി. അതിലൂടെ മീഡിയ ശ്രദ്ധയും വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബ്രോഡ്കാസ്റ്റും അതുപോലെ തന്നെ മീഡിയ കവറേജും കൂടി. ഡാസിൻ, അതുപോലെ തന്നെ ബീയിൻ സ്പോർട്സ്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയ സംപ്രേഷണങ്ങൾ ആരംഭിച്ചു. കൂടാതെ പിന്നെ സോഷ്യൽ മീഡിയകളായിട്ടുള്ള ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് എന്നിവയിലും എല്ലാം സൗദി ലീഗിന് വലിയ ഫാൻ ബേസ് അവരുണ്ടാക്കി. ഇതിലൂടെ ലീഗിന്റെ ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിലെ ടോപ്പ് 10 ലീഗുകൾക്ക് സമാനമാകുക എന്നുള്ളതാണ്. കൂടാതെ ലോകത്തെ മികച്ച ഫുട്ബോൾ രാജ്യങ്ങളിൽ ഒന്നാകുക എന്ന ലക്ഷ്യത്തോടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഈയിടെ യൂറോപ്പിൽ നിന്നും സൗദിയിലേക്ക് കയറിയവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോൺ ഡുറാൻ, ഗലേനോ, തിയോ ഹെർണാണ്ടസ്, ഡാംസ് പോലുള്ളവരും. ഇനി ചേക്കേറാൻ പോകുന്നവരുടെ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലുടെ താരം ഫെലിക്സ്, ഡാർവിൻ ന്യൂനസ്, സൺ, ലൂയിസ് ഡിയാസ, ഡിബ്രോയിൻ തുടങ്ങിയവർ വരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഫെലിക്സിന്റെ ട്രാൻസ്ഫർ അൽ നസറിലേക്ക് ഉടനെ സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതെല്ലാം സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെല്ലാം മറുഭാഗം നോക്കുമ്പോൾ വിമർശനങ്ങളുണ്ട്. മണി ലീഗ് എന്നൊരു വിമർശനം പറയുന്നത് പ്രാദേശിക താരങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ക്യാഷ് ഇല്ലാത്ത ക്ലബ്ബുകൾ താഴേക്ക് പോകുമെന്ന് പറയുന്നു. ഇതിനൊന്നും അവർ കാതയെ വെക്കുന്നില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2034 വേൾഡ് കപ്പാണ്. ഇനി 2034 വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക് എന്തെല്ലാം സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തൂ.